റമീസ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. റമീസ് മലപ്പുറത്തുകാരനാണ്. ഇപ്പോൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. ആശുപത്രി നൽകുന്ന വിവരങ്ങൾ, ഇത്തരം കാര്യങ്ങൾ എന്താണ് റമീസ് അവിടെ നിന്ന്? ശരത്ത്, മുൻപ് നിപ വൈറസ് സ്ഥിരീകരിച്ചപ്പോൾ ആരോഗ്യവകുപ്പ് എടുത്ത നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പ്രക്രിയകളും തന്നെയാണ് നിലവിൽ ഇപ്പോഴും ആരോഗ്യവകുപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിയുടെ പ്രദേശമോ ഈ കുട്ടി ചികിത്സയിലിരിക്കുന്ന ആശുപത്രിയുടെ വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് വിടുന്നില്ല. അത് പരിഭ്രാന്തി സൃഷ്ടിക്കാതെ കൃത്യമായ അച്ചടക്കമുള്ള രീതിയിലാണ് ആരോഗ്യവകുപ്പ് അതിൻ്റെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഇത്തവണത്തെ ഈ ഒരു പുതിയ നിപ പരിഭ്രാന്തിയെയും നേരിടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. ഈ പെരിന്തൽമണ്ണയിൽ മലപ്പുറം സ്വദേശിയായ ഈ കുട്ടിയെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപ്പോൾ തന്നെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഈ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ നാളെ രാവിലെയോ ആയി ഈ സ്രവ പരിശോധന ഫലം പുറത്തേക്ക് വരും. എന്തായാലും നിലവിൽ ഈ കുട്ടിയുടെ നില അതീവ ഗുരുതരം എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ നിപ സംശയത്തിൻ്റെ പേരിൽ നിപ പ്രോട്ടോകോൾ പാലിക്കാനും നേരത്തെ ഈ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഈ നിപയെ നേരിടാൻ നിയോഗിച്ച ടീമിനെ തന്നെയാണ് ഇത്തവണത്തെ ഈ സംശയത്തിൻ്റെ പേരിലും ഈ കുട്ടിയെ ചികിത്സിക്കാനുമായി നിയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2018 ആദ്യമായി ഈ നിപ രോഗം കോഴിക്കോട് സ്ഥിരീകരിക്കുന്നത്. 2018 2021 2023 ഇങ്ങനെ 3 തവണയായിട്ടായിരുന്നു നിപ രോഗം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നത്. ഈ സമയങ്ങളിലൊക്കെയും തന്നെ പലപ്പോഴായി പലരുടെയും ജീവൻ നിപ രോഗം കവർന്നെടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയൊരു ജീവൻ കൂടി ബലി നൽകാൻ തയ്യാറാവില്ല, അല്ലെങ്കിൽ അതിന് ശ്രമിക്കില്ല എന്നുള്ള രീതിയിലാണ് ആരോഗ്യവകുപ്പ് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. നേരത്തെ ഷീജയും അക്കാര്യമാണ് തിരുവനന്തപുരത്ത് നിന്ന് സൂചിപ്പിച്ചത്. ഇപ്പോൾ റമീസ് സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 15-കാരൻ്റെ നില ഗുരുതരമാണ്. നിപ ബാധയെന്ന സംശയമാണ് ഉള്ളത്. മലപ്പുറത്ത് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞു. ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ഓൺലൈനായി ചേരുന്നു. ഇത്രയുമൊക്കെ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ വസ്തുനിഷ്ഠമായി ഏതെങ്കിലും തരത്തിലുള്ള ഊഹാപോഹങ്ങളില്ലാതെ ജനങ്ങൾ അറിയേണ്ടതായി ഇപ്പോൾ നമ്മുടെയൊക്കെ മുമ്പിൽ എത്തിയിട്ടുള്ളത്.